ഏതോ ഭയങ്കര നമ്മളോടുള്ള കുട്ടികളോട് സ്നേഹമുള്ള ഏതോ ഒരാള് ഇട്ട പേപ്പർ ഇല്ലേ, എക്സാം പേപ്പർ. അത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇത് ഈസി അല്ലടാ, ഇത് ഒരു ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. നല്ല അടിപൊളി എക്സാം ആയിരുന്നു. എന്തോന്നടി ചെയ്തു വെച്ചിന്. പാസ് മാർക്ക് എങ്കിലും പ്ലസ് ടുക്കാർക്ക് കൊടുക്ക, കുറച്ച് സ്നേഹം വേണ്ടടേ. ആദ്യത്തെ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നൊരു ഇതുണ്ട്, ഫയർ അറിയാനില്ലാത്തൊരു അടിപൊളി എക്സാം ആയിരുന്നു. അതിനുശേഷം പിന്നെ ഭയങ്കര എക്സാം ഹോൾ ഇരുന്ന് കത്തുന്ന പോലെ തോന്നിയത്. ഓരോ ക്വസ്റ്റ്യനും അത്യുഗ്രനായിരുന്നു. ഇതാണ് നമ്മളെ എക്സാം പേപ്പർ മാത്സിന്റെ. എന്റെ അമ്മ, ഒരു തീക്കട്ട പോലത്തെ ഒരു എക്സാം പേപ്പർ ആയിരുന്നു +20 കൊല്ലത്തത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു പ്രതീക്ഷ ഒക്കെ തന്നിട്ടാ തുടങ്ങിയ. മെട്രിക്സ് എന്നാ ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മെട്രിക്സ് തീക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനോട് കൂടിയിട്ടാ തുടങ്ങിയത്. ഇത് കണ്ടപ്പോ നമ്മളെല്ലാരും വിചാരിച്ച് ഈസി ആയിരിക്കും, ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഈസി ആണ് എന്ന്. അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ബാക്കി മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനും കുഴപ്പമില്ല, കാരണം അത് ഈക്വാലൻസ് റിലേഷൻ എന്താന്ന് കണ്ടുപിടിക്കലായിട്ട് അത് കുഴപ്പമില്ല. ആദ്യത്തെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നാണ് അത് വന്നത്, കുഴപ്പമില്ല. പിന്നെ ഇന്റഗ്രൽസ് ആണ് മോനെ, ഇന്റഗ്രൽസ് തുടങ്ങി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയി. അതോടെ പോയി എക്സാം ഹോൾ ഒരു നല്ല അടിപൊളി ആവാൻ തുടങ്ങി. അപ്പോഴേ നല്ല ഡാർക്ക് മൂഡിലേക്ക് പോവാൻ തുടങ്ങി. പിന്നെ അടുത്ത വന്നത് വെക്റ്റർ അൽജിബ്ര. എന്താ പറയാ, ഭയങ്കരമായ മാർക്ക് ഉള്ളതുകൊണ്ട് വെക്റ്റർ അൽജിബ്ര വളരെയധികം എല്ലാരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് ഈസി അല്ലടാ, ഇത് ഒരു ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. നല്ല അടിപൊളി എക്സാം ആയിരുന്നു. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ +1ന്റെ മാർക്ക്. +1ന്റെ മാർക്ക് വെച്ചിട്ട് എന്താ പറയാ ജയിക്ക. +2 വെച്ചിട്ട് എനക്കറിയില്ല, എന്റെ കാര്യം ഞാൻ പറയാം. +2 ഭയങ്കര ഈസി എക്സാം ആയിരുന്നു. എക്സാം ഹോളൊരു നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടേനോടാ ഈസിയാ? നിങ്ങൾക്ക് എങ്ങനെയാ, ടഫാ ഈസിയാ കത്തിപ്പോക്കേനു? എങ്ങനെയാ പറയാൻ മറക്കണ്ട. എനിക്ക് പിന്നെ മെട്രിക്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ചെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത് ഒരു സെലക്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇതാ ഇന്റഗ്രൽസ് എന്നാലും ഇല്ലേ, അവരിങ്ങനെ തെരഞ്ഞിട്ടില്ലേ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ നിന്ന് സെലക്ട് ചെയ്യാം അന്ന് കണ്ടുപിടിച്ച് വന്ന പോലെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സിലിണ്ടറിന്റെ എന്താ പറയാ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോണിന്റെ റേഡിയസിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 12ാമത്തെ എ ക്വസ്റ്റ്യൻ ഈസി പഠിച്ചത്, ബി ക്വസ്റ്റ്യൻ ടഫ് ആയി കൊടുത്ത്. ബി ക്വസ്റ്റ്യൻ എന്താന്ന് തിരിയുന്നില്ല, വായിച്ചിട്ടും തിരിയുന്നുമില്ല. കുറച്ച് ഇത്തിരി സിമ്പിൾ ആക്കാം, പാസ് മാർക്കെങ്കിലും തരിക. ഈ പേപ്പറിൽ നിറച്ചിട പാസ് മാർക്കെങ്കിലും. എന്തോന്നടേ ചെയ്തു വെച്ചിനെ, പാസ് മാർക്കെങ്കിലും പ്ലസ് ടുക്കാർക്ക് കൊടുക്ക, കുറച്ച് സ്നേഹം വേണ്ടടേ. എന്ത് ഗ്രാഫ് എല്ലാം പൊളിയായിരുന്നു. ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ഗ്രാഫാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് 6 മാർക്കിന്റെ എന്റെ അഭിപ്രായത്തില് ഭയങ്കര എന്താ പറയാ, ഈ 4 മാർക്കിന്റെതും 3 മാർക്കിന്റെ അല്ല എനിക്ക് പിടിക്കാത്ത ക്വസ്റ്റ്യൻസ്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് തന്നിട്ട് മനുഷ്യനാ അടിപൊളിയാക്കി. നമുക്ക് എന്താ പറയാ, തല കത്തിയ പോലുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടേനി എക്സാം മാത്സിന്റെ ഡേ? ഈസി ആണോ, ടഫ് ആണോ, എന്താ പറയാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്. എനിക്ക് കുറച്ചു നേരം മാത്സിന്റെ ക്ഷീണത്തിലായിരിക്കും മനുഷ്യൻ. ബയോളജി പോയിട്ട് എന്ത് പഠിക്കാനാ മാത്സിന്റെ ക്ഷീണത്തില്. ബൈ ടാറ്റാ.